കോട്ടയം മെഡിക്കൽ കോളേജിന്റെ വീഴാറായ കെട്ടിടം മന്ത്രി വീണ ജോർജ് തള്ളിയിട്ടതല്ലോ എന്നും പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ വാസവ മന്ത്രി. അത് ശരി, വീണ ജോർജ് തള്ളിയിട്ടതല്ല, അതുകൊണ്ട് തന്നെ അവർ എന്തിനു രാജിവെക്കണം? മുൻപ് വേറെ കുറെ സ്റ്റേറ്റുകളില് ഒരുപാട് അപകടങ്ങൾ ഉണ്ടായപ്പോ അവിടുത്തെ മന്ത്രിമാരൊക്കെ രാജിവെച്ചിരുന്നോ? ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്ക് മുന്നിൽ അവരെ ചിന്തിപ്പിക്കാനുള്ള ചോദ്യങ്ങളുമായി ഇദ്ദേഹം വന്നിരിക്കുകയാണെന്നൊക്കെ അടിമകൾക്ക് തോന്നും, നമുക്ക് തോന്നൂല. അപ്പൊ തുടങ്ങാം വാസവൻ വധം 5ാം ഘട്ടം. വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപായി ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഫിനാൻഷ്യൽ സപ്പോർട്ടിന്റെ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. വീഡിയോ ചെയ്യുന്നതിലൂടെ നമ്മുടെ വരുമാനം ലഭിച്ചുകൊണ്ടിരുന്ന ഒരു അവസ്ഥ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് അതിപ്പോൾ കുറെ ആളുകൾ റിപ്പോർട്ട് അടിച്ച്, നമ്മൾ പറയുന്നത് ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കും, റിപ്പോർട്ട് അടിച്ച് ഇപ്പോൾ നിലച്ച അവസ്ഥയിലായതുകൊണ്ടാണ് കാണുന്ന പ്രേക്ഷകരോട് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ ചോദിക്കുന്നത്. അതുകൂടാതെ തന്നെ നമ്മുടെ ചാനൽ അഡ്വർടൈസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമും കൂടി നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. എല്ലാ ഡീറ്റെയിൽസും ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ നമുക്ക് വിഷയത്തിലേക്ക് പോകാം. അപ്പോ വാസവൻ സഖാവ് വാ തുറന്നിരിക്കുന്നതേ ഒരു വലിയ ബ്ലണ്ടറുമായിട്ടാണ്. ഇദ്ദേഹത്തെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ? ഇദ്ദേഹമാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി. ഇപ്പോ ഈ കോട്ടയം മെഡിക്കൽ കോളേജ് തകർന്നതിൽ ഇദ്ദേഹത്തിന് എന്താ റോൾ എന്ന് വെച്ചാൽ അവിടുത്തെ MLA ഉള്ളിയ. അപ്പൊ അതുകൊണ്ടാണ് അന്നത്തെ ദിവസം പത്രസമ്മേളനത്തിന് മുഴുവൻ വീണ ജോർജ് മന്ത്രിയുടെ കൂടെ പോയി ഇരുന്നതും ന്യായീകരിച്ച് സംസാരിച്ചതും ഇപ്പോഴും ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ചാണ്ടിയമ്മൻ ഈ വിഷയത്തിൽ ഇടപെട്ടതാണ് ഇപ്പൊ ഇവരെ ചൊടിപ്പിച്ചിരിക്കുന്ന വലിയൊരു പ്രശ്നം. കാരണം ബാക്കിയുള്ള ഒരു MLA മാരും ഇതേപോലെ അവിടെ ഇടപെട്ട് അതിന്റെ യഥാർത്ഥ ചിത്രം പുറത്തേക്ക് കൊണ്ടുവന്നില്ല. എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ പിതാവ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി എന്ന കാലത്താണ് ഈ കെട്ടിടം അൺഫിറ്റാണെന്ന് ആദ്യം റിപ്പോർട്ട് കൊടുത്തത്. ഒരു പൈസ പോലും അതിന് കണ്ടുവെക്കുകയോ ഒരു നടപടി സ്വീകരിച്ചില്ല. ചാണ്ടിയമ്മന്റെ അച്ഛൻ ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന സമയത്താണ് ഈ കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന് റിപ്പോർട്ട് വരുന്നത്. ആ റിപ്പോർട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവര് വാഗൊണ്ട് പറയുന്നുണ്ട് റിപ്പോർട്ട്, അല്ലെങ്കിൽ ഇവരുടെ ഡാറ്റ എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ, ഡാറ്റ. കൊച്ചനീഫ പറയുന്ന പോലെ അതൊക്കെ വായിൽ എഴുതി കൂട്ടും. അപ്പൊ അങ്ങനത്തെ ഡാറ്റയാണ്. ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഗവൺമെന്റ് തലത്തിൽ വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. മറിച്ച് അതിന് ബലക്ഷയമുണ്ടെന്നും 68 വർഷം പഴക്കമുള്ളതിനാൽ തന്നെ നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നും ഡീമോളിഷ് ചെയ്യണമെന്നുമുള്ള അഭിപ്രായം ഒരു ഫയലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. ശരി, ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന ആ ഒരു കാലഘട്ടം എപ്പോഴായിരുന്നു? 9 വർഷം മുൻപ്. 9 വർഷം മുൻപ് ഇവര് പറയുന്നത് പോലെ ഈ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ 9 വർഷമായിട്ട് എന്തോ പുഴുങ്ങാൻ ഇരിക്കുമായിരുന്നു. എന്തുകൊണ്ട് അത് ഡീമോളിഷ് ചെയ്തില്ല? അയ്യോ, അതിനുള്ള ഉത്തരവുണ്ട്, ഉത്തരം കേട്ടോ. അതേസമയത്ത് LDF ഗവൺമെന്റ് വന്നപ്പോഴേ അതിന് 526 കോടി രൂപ കിഫ്ബിയിൽ ഫണ്ട് അനുവദിച്ചു. കൃത്യമായി അതിൻ്റെ പ്രവർത്തനം നടത്തി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സർജിക്കൽ ബ്ലോക്ക് 565 ബെഡോട് കൂടി 16 ഓപ്പറേഷൻ തിയേറ്ററോട് കൂടി ഇപ്പോൾ അങ്ങോട്ട് മാറ്റിയിരിക്കുന്ന പേഷ്യൻസിനെ അത്രയും മനോഹരമാക്കിയിരിക്കുന്നു. അന്ന് ചെയ്യാതിരുന്നവർ ഇന്നിപ്പോൾ LDF ഗവൺമെൻറ് വന്ന് ഫണ്ട് വെച്ച് സർജിക്കൽ ബ്ലോക്കായി സമീപകാല ഭാവിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യും. ഇത് രണ്ടും കൂടി വരുമ്പോഴേക്ക് വളരെ മനോഹരമായി മാറും. ഇതുകൂടാതെ നബാർഡിൻ്റെ സഹായത്തോടു കൂടി കാർഡിയോളജിയുടെ സെക്കൻഡ് ഫേസ് തീർന്നു കിടക്കുകയാണ്. മനോഹരമായ കെട്ടിടം. അതിനകത്ത് ഏതാനും ഉപകരണങ്ങളൊന്നും അത് ഉദ്ഘാടനം ചെയ്യും. ഇൻഫെക്ഷ്യസ് ഡിസീസിൻ്റെ അടുത്ത ദിവസം തന്നെ അതിൻ്റെ ഓൺഗോയിങ് പ്രോജക്റ്റ് തീരാൻ പോവുകയാണ്. ഇങ്ങനെ 4 ബിൽഡിംഗ് മനോഹരമായി ഇപ്പോൾ തീരുകയാണ്. മുമ്പ് ചെയ്യാതിരുന്നവർ, ഇന്നും തൊടാതിരുന്നവർ LDF ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് ഇതെല്ലാം നടന്നിട്ടുള്ളത്. ഉത്തരം വല്ലതും കിട്ടിയോ? എന്തുകൊണ്ടാണ് അത് പൊളിച്ചു കളയാത്തതെന്ന് മന്ത്രി മൊഴിഞ്ഞോ? ഇല്ല, അങ്ങനെ ഒരു ഉത്തരവ് ഇല്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവര് പറയുന്നത് പോലെ ഉപയോഗിക്കാത്ത ഒരു കെട്ടിടമായിരുന്നില്ല ഈ 68 വർഷം പഴക്കമുള്ള മെഡിക്കൽ കോളേജിന്റെ പൊളിഞ്ഞു വീണ കെട്ടിടം. അതിലെ ഒരു ബ്ലോക്കിലെ ബാത്റൂം മാത്രമേ ഉപയോഗിക്കാതെ അടച്ചിട്ടിരുന്നുള്ളൂ. ബാക്കി ബാത്റൂമുകളെല്ലാം ആ കെട്ടിടത്തിൽ തന്നെ വാർഡുകൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. 100-ലധികം രോഗികൾ അവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു സൈഡ് ഇടിഞ്ഞു വീണപ്പോ ഇപ്പുറത്ത് കടന്നിരുന്ന ആൾക്കാരെ 15-20 മിനിറ്റിനുള്ളിൽ മാറ്റുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലുണ്ട്, ചാനലുകളിലുണ്ട്, ലൈവ് പോയതിൽ എവിഡൻസ് ഉണ്ട്. അപ്പോ ഇത് പ്രവർത്തിച്ചിരുന്ന ഒരു കെട്ടിടമാണ്. 9 വർഷമായി. ഇവര് പറയുന്നത് പോലെയാണെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പൊളിക്കണം, ബലക്ഷയമുണ്ട് എന്ന് റിപ്പോർട്ട് വന്ന ഒരു കെട്ടിടം 9 വർഷം പൊളിക്കാതെ ഒരു ചെറുവിരനക്കാതെ നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരുന്നെങ്കിൽ എന്തോ ആണ് അവരും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അവരെക്കാൾ കുറച്ചുകൂടി മോശമാണെന്നേ പറയാൻ സാധിക്കും. നിങ്ങൾ അപ്പുറത്ത് വേറൊരു ബ്ലോക്ക് ഉണ്ടാക്കിയതിനെ കുറിച്ചാണ് തള്ളിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, PR കാണിക്കാൻ ഇവർക്ക് വേറെ ആരുടെങ്കിലും ഒന്നും ആവശ്യമില്ല. സ്വന്തമായിട്ട് മന്ത്രിമാരെ തന്നെ അങ്ങ് തള്ളും. അവരുടെ വീഴ്ചകളെ കുറിച്ച് ചോദിച്ചാൽ നേട്ടങ്ങളെ കുറിച്ച് പറയും. കൂടുതൽ എന്തെങ്കിലും ചോദിച്ചാൽ 2013 UDF ഭരിക്കുമ്പോൾ എന്നും പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങും. ഇതാണ് ഇവരുടെ ആകെയുള്ളൊരു സ്കിപ്പിംഗ് ടൂൾ എന്ന് പറയുന്നത്. അങ്ങനെ PR ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി വീണ ജോർജ് മന്ത്രിയുടെ ഉദ്ഘാടനം ചെയ്യാനായിട്ടുള്ള ഒരു സമയത്തിന്റെ ഒരു കുറവ് മൂലം അടുത്ത മാസത്തേക്ക് ഈ പറഞ്ഞ തള്ളുകളൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. ശരി, നിങ്ങൾ ഉദ്ഘാടനം ചെയ്തോ? നിങ്ങൾ ഇപ്പൊ ചെയ്തതും ഈ പറയുന്ന എല്ലാ ബിൽഡിംഗ് ഉണ്ടാക്കിയതും എല്ലാം നല്ല കാര്യം. പൊളിക്കാൻ വെച്ചിരുന്ന കെട്ടിടത്തിൽ എന്തിന് രോഗികൾക്ക് ചികിത്സ കൊടുത്തു?
എന്തിന് ആ കെട്ടിടം ഉപയോഗശൂന്യമാണെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ കളവ് പറഞ്ഞു? എന്തിന് രക്ഷാപ്രവർത്തനത്തിന് വന്ന ആൾക്കാരെ പോലും അവിടെ ആളില്ല എന്നും പറഞ്ഞുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്താൻ സമ്മതിക്കാതെ തടഞ്ഞു? എന്തിന് നിങ്ങൾ ഇതൊക്കെ ചെയ്തു എന്നുള്ളതിന് നിങ്ങൾ മറുപടി പറയണം. ഇപ്പോൾ ചാണ്ടിയുമ്മനെതിരെ രക്ഷാപ്രവർത്തനം തടഞ്ഞു എന്നും പറഞ്ഞ് കേസ് എടുത്തിരിക്കുകയാണ് പോലും. നമുക്കറിയാം ചാണ്ടിയുമ്മൻ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഈ ചേച്ചിയുടെ മൃതദേഹം പോലും ചിലപ്പോൾ ഇപ്പൊ കിട്ടണമെന്നില്ല, കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ആ കൊച്ചിന് എണീക്കാൻ പറ്റാത്തതുകൊണ്ട് അത് കട്ടയിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചാണ്ടിയുമ്മൻ വാർഡിലേക്ക് ചെന്നതുകൊണ്ടാണ് അത് കണ്ടത്. കാരണം മന്ത്രിമാർ അങ്ങോട്ടല്ലല്ലോ പോയത്. മന്ത്രിമാർ ഉടനെ ചെന്ന് പത്രസമ്മേളനം നടത്തി PR വിളമ്പുമായിരുന്നില്ലേ? നിങ്ങളെ അതിനാണല്ലോ ഏറ്റവും മികച്ചതായിട്ട് വെച്ചിരിക്കുന്നത്. അടുത്ത ന്യായീകരണം കേൾക്കാം. മുമ്പ് ചെയ്യാതിരുന്നവർ, ഒന്നും തൊടാതിരുന്നവർ LDF ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് ഇതെല്ലാം നടന്നിട്ടുള്ളത്. ഒന്നും ചെയ്യാതിരുന്നവർ LDF ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് ഇതൊക്കെ യാഥാർത്ഥ്യമായത്. അതെ, LDF ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് ആശുപത്രി കെട്ടിടം ഇടിഞ്ഞ് തലയ്ക്ക് മേളിൽ വീണ ഒരു സ്ത്രീ മരിച്ച അവസ്ഥ വന്നത്. 9 വർഷമായിട്ട് പൊളിക്കാൻ വെച്ചിരുന്ന കെട്ടിടം ഉപയോഗിക്കേണ്ട അവസ്ഥ. അവിടുത്തെ മെൻ ഹോസ്റ്റലിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഞങ്ങൾ കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങളിലൂടെ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. എത്രയധികം മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളാണ് അതിനകത്ത് ഷോക്ക് അടിക്കുന്നു എന്നാ പറയുന്നത്, വെള്ളം ഒലിച്ചു വരുന്നു എന്നാ പറയുന്നത്. എപ്പോഴാണ് അത് ഇടിഞ്ഞു പൊളിഞ്ഞ് തലയിൽ വീഴുന്നതെന്ന് അറിയില്ല. എന്തേ അതിനുവേണ്ടി PR ഒന്നും ഒരുക്കിയിട്ടില്ലേ? ഇതൊക്കെ LDFന്റെ കാലത്ത് തന്നെ സംഭവിച്ചതാണ്. അതിന്റെ ക്രെഡിറ്റ് നിങ്ങൾക്ക് തന്നെ. 11 പേരുടെ മരണത്തിനിടയാക്കിയതാണ് കർണാടകത്തിൽ നമ്മുടെ ക്രിക്കറ്റ് താരങ്ങൾ വന്നപ്പോൾ ഉള്ള സ്വീകരണം. ആ 11 പേര് മരിച്ചിട്ട് അതൊരുക്കിയ ഏതെങ്കിലും ഒരു മന്ത്രി രാജിവെക്കണമെന്ന് അവർ പറയുകയോ ആവശ്യപ്പെടുകയോ ചെയ്തില്ലോ? കർണാടകത്തിൽ ക്രിക്കറ്റ് താരം വന്നപ്പോഴുള്ള സ്വീകരണം 11 പേര് തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച ഒരു സംഭവമായിരുന്നു. അന്ന് രാജി ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് ചോദ്യം. രാജി ആവശ്യപ്പെട്ടിരുന്നു. താങ്കൾ ദേശാഭിമാനിയും കൈരളി മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനത്തെ വാർത്തകളൊന്നും താങ്കളുടെ ശ്രദ്ധപ്പെടാത്തത്. PR മാത്രമേ അതിൽ വരാറുള്ളൂ. പക്ഷേ മര്യാദയ്ക്ക് വാർത്ത വായിക്കുന്ന ആൾക്കാർക്ക് കാണാം അന്ന് അവിടുത്തെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ രാജിവെക്കണമെന്നും പറഞ്ഞ് ശക്തമായ പ്രക്ഷോഭം അവിടെ ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ അനാസ്ഥ തന്നെയായിരുന്നു. കാരണം പ്രൈവറ്റും പബ്ലിക് ആയിട്ടുള്ള ആൾക്കാരും എല്ലാം കൂടി ചേർന്നിട്ടാണ് അങ്ങനെ ഒരു പ്രോഗ്രാം നടത്തിയത്. അന്ന് അവിടെ സുരക്ഷയുടെ കാരണം കൊണ്ട് ഇത്രയും വലിയൊരു പ്രോഗ്രാം റാലി നടത്തരുത് എന്ന് കൃത്യമായിട്ടുള്ള സുരക്ഷാ നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടും അത് ലംഘിച്ചാണ് നടത്തിയത്. അതുകൊണ്ട് തന്നെ അവര് രാജിവെക്കണമെന്നും പറഞ്ഞുകൊണ്ട് ശക്തമായിട്ടുള്ള പ്രക്ഷോഭം ഉണ്ടായിരുന്നു. പക്ഷെ രാജിവെച്ചില്ല. എന്താ കാരണം? ഇവിടുത്തെ പോലെ തന്നെ അവിടുത്തെ പ്രതിപക്ഷവും വലിയ ഇവരുടെ പോലെ കല്ലെറിഞ്ഞ് അങ്ങ് ഭീഷണിപ്പെടുത്തി അങ്ങ് രാജിവെപ്പിക്കാനായിട്ടുള്ള കഴിവില്ലാത്ത ആൾക്കാരായിപ്പോയി. അതുകൊണ്ട് പ്രക്ഷോഭം ഉണ്ടായി, അതങ്ങടങ്ങി. ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത്? വീണ ജോർജ് രാജിവെക്കണമെന്നും പറഞ്ഞ് ഇവിടെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുന്ന ആളുകൾ റോട്ടിൽ കിടന്ന് തല്ലുകൊള്ളുന്നു, സമരം ചെയ്യുന്നു. നിങ്ങൾ വല്ലതും മൈൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ രാജിവെക്കാൻ പോയിട്ട് നിങ്ങൾ ഒന്നും ചെയ്യില്ലെന്ന് ഞങ്ങൾക്കറിയാം, അത്ര ഉളുപ്പില്ലാത്തവർ. അപ്പൊ അതുപോലെ തന്നെയായിരുന്നു അവിടെ ഉള്ളവരും. അതുകൊണ്ട് അവര് ചെയ്തില്ല. പക്ഷെ രാജിക്കുള്ള ഇത് ഉയർന്നിരുന്നോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അല്പം വാർത്തയൊക്കെ കാണണം. മന്ത്രിയായിരുന്നോ പോരല്ലോ. വിമാന അപകടം ഉണ്ടായ ഉടനെ പ്രധാനമന്ത്രി രാജിവെക്കണം എന്നാണ് പറയുന്നത്. വിമാന അപകടം ഉണ്ടായ ഉടനെ പ്രധാനമന്ത്രി രാജിവെക്കണം. വിമാന അപകടം ഉണ്ടായ ഉടനെ പ്രധാനമന്ത്രി എന്തിനാ രാജിവെക്കുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റോട്ടില് കുഴിയിൽ വീണ് ഡെയിലി 1-ലധികം ആളുകൾ മരിക്കുന്നുണ്ട്. ദിവസം വാർത്ത കാണുന്നുണ്ട്. അതിനൊക്കെ ഉത്തരവാദി പൊതുമരാമത്ത് മന്ത്രി റിയാസ് ആയിരിക്കണം. ഏക്കാൻ തയ്യാറാണോ? അല്ലല്ലോ. റിച്ചർലി നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. കേസ് കൊടുക്കേണ്ടത് റോഡ് പണിത ആൾക്കാർക്കെതിരെ തന്നെയാണ്. അതുപോട്ടെ, വിമാന അപകടം സംഭവിച്ചത് എയർ ഇന്ത്യ ആരുടെയാണ്? ഗവൺമെന്റിന്റെ ഒന്നും അല്ല, അത് ടാറ്റയുടെയാണ്. ടാറ്റേനൊക്കെ ഏൽപ്പിച്ചിട്ട് കുറച്ച് നാളുകളായി. അതാണ് ഞാൻ പറഞ്ഞത്. ദേശാഭിമാനിയും കൈരളിയും കുത്തിക്കൊണ്ടിരിക്കാതെ വാർത്തകൾ കാണണം, എന്നാലേ ഈ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. ഒരു പ്രൈവറ്റ് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനി നടത്തുന്ന ഒരു സംഗതിയിൽ ആക്സിഡന്റ് ഉണ്ടായി ആളുകൾ മരണപ്പെട്ടാൽ അവര് തന്നെ നഷ്ടപരിഹാരം കൊടുക്കാൻ റെഡിയായി. പ്രധാനമന്ത്രി ഇതിൽ എന്താ ചെയ്യേണ്ടത്? ഈ സീനിൽ എവിടെ ഇല്ലാത്ത പ്രധാനമന്ത്രി എന്തിന് രാജിവെക്കണം? നിങ്ങൾക്ക് തലക്ക് വെളിവില്ലേ? നിങ്ങൾ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഈ മെഴുകാനാണെങ്കിലും ന്യായീകരിക്കാനാണെങ്കിലും അല്പമെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറ. ആളുകൾ ഇതൊക്കെ എടുത്ത് വെച്ച് സംസാരിക്കുന്നുള്ളൊരു മിനിമം ബോധം വേണ്ടേ? എവിടെന്നാ അടിമകൾ മാത്രമേ ഈ കേരളത്തിലുള്ളൂ എന്നാണല്ലോ സഖാക്കന്മാരുടെ ചിന്ത. അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ. ആരോഗ്യമന്ത്രി വന്ന് ഉരുട്ടിയിട്ടതോ തള്ളിയിട്ടതോ അത്തരത്തിൽ ഉണ്ടായിരുന്നില്ലല്ലോ. മന്ത്രി തള്ളിയിട്ടതല്ല. 9 വർഷം മുമ്പ് നിങ്ങൾ പറഞ്ഞത് തന്നെ പറയാം. ഞാൻ റിപ്പോർട്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല. നിങ്ങൾ പറഞ്ഞ പോലെ റിപ്പോർട്ട് ഉണ്ടെന്ന് വെച്ചോ. എന്തുകൊണ്ട് 9 വർഷം വീണ്ടും വീണ്ടും ഉപയോഗിച്ചു? ഇനി ആരെങ്കിലും തള്ളിയിടണോ അത് താഴെ വീഴാൻ? അപ്പൊ ലിറ്ററലി പോയി തള്ളിയിട്ടില്ലെങ്കിൽ നമ്മൾ ഉത്തരവാദി ആകില്ല. കുറച്ചു നാൾ മുമ്പ് മൃദംഗാവിഷന്റെ ഒരു പ്രോഗ്രാം ഇവിടെ നടന്നിരുന്നു. അന്ന് അപകടത്തിൽപ്പെട്ടത് ഈ നാട്ടിലെ ഒരു MLA ആയിരുന്നു. ആരെങ്കിലും രാജിവെക്കണമെന്നോ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നോ എന്നും പറഞ്ഞ് ആരെങ്കിലും നിരത്തിൽ ഇറങ്ങിയിരുന്നു? വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഇതേപോലെ ഒരു എന്താ പറയുക ഒരു സംഘർഷാവസ്ഥ കേരളത്തിൽ അന്നുണ്ടായിരുന്നു? ഇല്ല. എന്തുകൊണ്ടാണ് വാസവ മന്ത്രി? അതൊരു പ്രൈവറ്റ് ഓർഗനൈസേഷന്റെ പരിപാടിയായിരുന്നു. ഫുള്ള് സെക്യൂരിറ്റി നോക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമായിരുന്നു. സേഫ്റ്റി അഷ്വർ ചെയ്യേണ്ട ഉദ്യോഗസ്ഥർ അത് ചെയ്തില്ല എന്നതുകൊണ്ട് തന്നെ അവർക്കെതിരെ നടപടിയെടുത്തു. അതിനപ്പുറത്തേക്ക് എന്താണ് അതിൽ മാന്യമായി മര്യാദമായി ചെയ്യേണ്ടത്? എന്നാൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിച്ചിരിക്കുന്ന വീഴ്ച എന്ന് പറയുന്നത് ആരോഗ്യമന്ത്രിയുടെ വീഴ്ചയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളുടെയൊക്കെ നേട്ടം നിങ്ങൾക്ക് സ്വന്തമാണെങ്കിൽ ഈ വീഴ്ചയും നിങ്ങൾക്ക് തന്നെ സ്വന്തമാണ്. മന്ത്രി ഉണ്ടായ സംഭവം നിർഭാഗ്യകരമാണ്. ലോക്കി സീരീസിൽ ഒരു സീനുണ്ട് ഇതുപോലെ ഏറ്റവും സാഡസ്റ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഇരുന്നിട്ട് പറയും എനിവേ ഓക്കെ സംഭവിച്ചു, ഇനിയിപ്പോ എന്ത് ചെയ്യാന്ന് തനിക്ക് അങ്ങനെ പറയാം. ആ പിള്ളേരുടെ 2 പേരുടെ കരച്ചിൽ കണ്ടായിരുന്നോ? അവർ അമ്മയ്ക്ക് എന്തായിരുന്നു അസുഖം? അവർ അമ്മ എന്തിനാ മെഡിക്കൽ കോളേജിലേക്ക് പോയി? വീട്ടിൽ ഇരുന്നെങ്കിൽ അവർ ജീവിച്ചിരിക്കില്ലായിരുന്നോ? നിങ്ങളുടെ സർക്കാരിനെ വിശ്വസിച്ച് മകളുടെ ചികിത്സയ്ക്ക് വേണ്ടി കൂട്ടിരിക്കാൻ വന്ന ഒരു അമ്മയാണ് മരിച്ചത്. നിങ്ങൾ 11:15 ഈ സംഭവം നടന്നപ്പോൾ അവിടെ എത്തിയിട്ട് നിങ്ങളും വീണ ജോർജും കൂടി
പത്രക്കാരുടെ മുമ്പിൽ വാചാലമായിട്ട് PR-നെ പറ്റി സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു സ്ത്രീ അവിടെ ജീവന് വേണ്ടി പിടയുകയായിരുന്നു 1 മണി വരെ. എന്നിട്ട് നിങ്ങൾ സംഭവിച്ചു പോയി, നിർഭാഗ്യകരമായി പോയി. എത്ര ഈസി അല്ലേ? നിങ്ങൾ 1000 പേർക്ക് ജീവിതം കൊടുത്താലും ഒരാളെ നിങ്ങൾ കൊന്നാൽ അത് കൊലപാതകമല്ലേ? ആ ജീവൻ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എത്ര ഉളുപ്പില്ലാതെ മന്ത്രി വന്ന് തള്ളിയിട്ടല്ലോ എന്ന് പറയുന്നത്. നിങ്ങൾക്കൊന്നും ഒരു ഉത്തരവാദിത്വം ഇല്ലെന്ന് ഞങ്ങൾക്ക് അറിയാം. പിന്നെ എന്തിനാ നിങ്ങൾ ഞങ്ങളുടെ വോട്ട് വാങ്ങിച്ച് മന്ത്രിയായിരിക്കാം ഇന്നതൊക്കെ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഈ കസേരയെ കയറി ഇരുന്നത്? അതാണ് മനസ്സിലാവാത്തത്. അത് ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ അപ്പോൾ ചില ഉപകരണങ്ങൾ വരാനുള്ള ഒരു മാറ്റം ആണ് താമസം വന്നത്, അല്ലെങ്കിൽ നേരത്തെ തീരുമായിരുന്നു. ചില ഓർഡർ വരാനുള്ള താമസം ആരാണ് ഓർഡർ ഇടേണ്ടത്? ഉമ്മൻചാണ്ടി ആയിരിക്കും അല്ലെ? കുഴി കിടക്കുന്ന അദ്ദേഹത്തെ നിങ്ങൾ വെറുതെ വിടുന്നില്ലല്ലോ. കുഴി കിടക്കുന്ന അദ്ദേഹം വന്ന് ഓർഡർ ഇടണമായിരിക്കും. ഇനി നിങ്ങൾക്ക് ഈ പറയുന്ന 100 പേരെയും അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ള എല്ലാ സാധന സാമഗ്രികളൊക്കെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇച്ചിരി ടൈം വേണമായിരുന്നു. 9 വർഷം എടുത്ത ഒരു ടൈം അല്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ടൈം വേണമായിരുന്നു. കേന്ദ്ര സർക്കാരാണോ ഇനി ചെയ്യേണ്ടത്? നിങ്ങളുടെ ആൾക്കാരാണ് ഈ പറയുന്നത് താമസിപ്പിച്ചതെങ്കിൽ അത് സിസ്റ്റത്തിന്റെ കുഴപ്പം തന്നെയാണ്. വീണ ജോർജ് പറഞ്ഞ പോലെ സിസ്റ്റത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആരാണ്? അത് അവര് തന്നെയാണ്. അപ്പൊ ആരുടെയാ കുഴപ്പം? അത് മോദിയുടെ, അത് ഉമ്മൻചാണ്ടിയുടെ, നിങ്ങളുടെ അല്ല അല്ലേ? ഈ കാര്യത്തിൽ ആ സംഭവം നിർഭാഗ്യകരവും വേദനാജനകമാണെന്ന് അന്നേരം തന്നെ സൂചിപ്പിച്ചു. അതിന്റെ വിഷമം എല്ലാവർക്കും ഉണ്ട്. അതിന് പരിഹാരവും നമ്മൾ കാണണം. ഇനിയൊരെണ്ണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരെണ്ണം ഉണ്ടാകാതെ നോക്കണം എന്ന് പറയുന്നുണ്ട്. മെൻസ് ഹോസ്റ്റലിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, എത്ര അധികം പിള്ളേരാണ് അവിടെ കിടക്കണമെന്ന് അറിയാമോ? കാണാം ഇനി ഒരെണ്ണം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോഴും ഇവരെന്ത് പറയും? നടന്ന സംഭവം നിർഭാഗ്യകരമായി പോയി, അത് നമ്മളപ്പോൾ തന്നെ സൂചിപ്പിച്ചു, അതിനുള്ള നഷ്ടപരിഹാരം നമ്മൾ കൊടുക്കണം, ഇനി ഉണ്ടാകാതെ നോക്കണം. പിന്നെ എന്തെങ്കിലും ചോദിച്ചാലോ? 2013 UDF ഭരിക്കുമ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണ്ട. ഇങ്ങനൊരു സംഭവം ഈ ഉണ്ടായ ഉടൻ തന്നെ മന്ത്രി രാജിവെക്കലാണോ അതിന്റെ പോംവഴി? അങ്ങനെ വന്നാൽ എത്ര മന്ത്രിമാർക്ക് നിൽക്കാൻ പറ്റും? ഓരോ സ്ഥലത്ത് ഓരോ സംഭവം ഉണ്ടായി കഴിയുമ്പോൾ അങ്ങനെ വന്നാൽ എത്ര മന്ത്രിമാർക്ക് നിൽക്കാൻ പറ്റും? അപ്പൊ ഇവർക്ക് തന്നെ അറിയാം ഇവരുടെ മന്ത്രിസഭയിലെ മന്ത്രിമാർ ഭരിക്കുന്ന വകുപ്പുകളുടെ എല്ലാം അവസ്ഥ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. പുറത്തേക്ക് പറയുന്ന നമ്പർ 1ഉം PR-ഉം അല്ല എന്നുള്ളത് ഉള്ളിലിരിക്കുന്ന ആളുകൾക്ക് അറിയാമല്ലോ. അങ്ങനെ നോക്കിയാൽ വീഴ്ചകളുടെ കണക്ക് വെച്ച് മന്ത്രി രാജിവെക്കണമെന്നാണെങ്കിൽ LDF മന്ത്രിസഭയിൽ ഏതു മന്ത്രി ഉണ്ടാവും എന്നാണ് ഇദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. സോ മന്ത്രിമാരുടെ ക്വാളിഫിക്കേഷനെ പറ്റി ഏകദേശ ഐഡിയ ഇപ്പൊ തന്നെ ജനങ്ങളെ നിങ്ങൾക്ക് കിട്ടിയല്ലോ. അടുത്ത നിയമസഭാ ഇലക്ഷന് ഇതൊന്നും ഓർക്കണേ. ആതുര സേവന രംഗത്ത് ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടായാൽ അവിടെ ചെയ്യേണ്ടത് ആതുരാലയത്തെ സംരക്ഷിക്കാനും പാവപ്പെട്ട രോഗികൾക്ക് ട്രീറ്റ്മെന്റ് ഉറപ്പാക്കാനും കഴിയുന്ന സ്ഥിതിവിശേഷം അവിടെ സംജാതമാക്കുകയാണ്. അതിനെ നശിപ്പിക്കലല്ല, തകർക്കുകയല്ല, അതിനെ നന്നാക്കിയാണ് വേണ്ടത്. നന്നാക്കുവാണ് വേണ്ടത്. 9 വർഷം കൊണ്ട് നന്നാക്കിയിട്ട് ഈ കേരളത്തിലെ പല കാര്യങ്ങളും നന്നായിട്ടില്ല എന്നുള്ളത് സമ്മതിക്കുകയാണ്, പക്ഷെ പുറത്തേക്ക് പറയില്ല. അപ്പൊ ഇനി നന്നാക്കാൻ വേണ്ടി ഒരവസരം കൂടി കൊടുക്കണം എന്ന് പറയാതെ പറയുകയാണ്. എന്താ ജനങ്ങളെ നിങ്ങൾക്ക് പറയാനുള്ളത്? ഒരവസരം കൂടി കൊടുക്കുന്നോ? പുതിയ കേരളം കൈത്തരും. ഇനിയിപ്പോ കാണാത്ത പോലത്തെ പുതിയൊരു കേരളം. ഈ ആശുപത്രി തല്ലിത്തകർത്ത ആർക്കാ കുഴപ്പം? ഈ നാട്ടിലെ പാവങ്ങൾക്കല്ലേ. ആശുപത്രി തല്ലിത്തകർത്ത ആർക്കാ കുഴപ്പം? ഈ നാട്ടിലെ പാവങ്ങൾക്കല്ലേ കുഴപ്പം? ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ആരും ഇവിടുത്തെ ആശുപത്രിയിലൊന്നും വന്ന് ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കാറില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ അമേരിക്കയ്ക്ക് പോകും, മയോ ക്ലിനിക്കിൽ പോകും. കാര്യം അമേരിക്ക തെമ്മാടി രാഷ്ട്രമാണ്, അമേരിക്ക ബൂർഷ രാജ്യമാണ് എന്നൊക്കെ പറയുമെങ്കിലും നമുക്ക് അമേരിക്കയിലെ ചികിത്സ മതി. അപ്പോ ഇവിടെ ഞങ്ങൾ ഇതേപോലത്തെ വീഴ്ചകളും കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇനിയും കാണിച്ചെന്നിരിക്കും. ഇതൊക്കെ തല്ലിപ്പൊളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ തന്നെയാണ് നഷ്ടം. കാര്യം മനസ്സിലായില്ലേ? നിനക്കൊക്കെ വീണ്ടും ഇവിടെ വന്ന് ഉള്ളത് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ ചികിത്സയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ തന്നെ നിലനിൽപ്പിക്കണം എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ അവിടെ തന്നെ പരിക്ക് പറ്റിയ ഒരു കുട്ടി വയനാട്ടിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അവിടുത്തെ ചികിത്സ അത്ര മെച്ചമായതുകൊണ്ടാണ് വയനാട്ടിൽ നിന്ന് ആ മെഡിക്കൽ കോളേജിന്റെ വിശ്വാസത്തിലെടുത്ത് അവിടെ വരുന്നത്. അയ്യോ, അത് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ മേന്മ കൊണ്ടൊന്നും അല്ല മന്ത്രി. വയനാട്ടിലെ ആൾക്കാരുടെ അവസ്ഥ എന്താണെന്ന് അവിടെ പോയി നോക്കിയാൽ അറിയാം. മാനന്തവാടി ജില്ലാ ആശുപത്രി വയനാട് മെഡിക്കൽ കോളേജായിട്ട് കൺവേർട്ട് ചെയ്തിരുന്നു. അതിനുശേഷം അതിന്റെ അവസ്ഥ എന്താ? പുതിയതായിട്ടൊരു കെട്ടിടം പണിതിട്ട് അവിടെ വരെ പൈപ്പ് പൊട്ടി ചോർന്നൊലിക്കുകയാണ്. സൂപ്രണ്ടിന്റെ കാര്യാലയമാണെന്നുണ്ടെങ്കിൽ എപ്പോൾ തലേ വീഴും. പേവാടിന്റെ അവസ്ഥ അതേപോലെ തന്നെ. ഇപ്പൊ വീണോ പിന്നെ വീണോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടുത്തെ ഈ പറയുന്ന മെഡിക്കൽ കോളേജിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. വയനാട്ടുകാര് അവരുടെ ആരോഗ്യപരമായിട്ടുള്ള എന്താവശ്യം വന്നാലും ഒന്നെങ്കിൽ കർണാടകത്തിലോട്ട് പോകണം, അല്ലെന്നുണ്ടെങ്കിൽ കണ്ണൂർ, കോഴിക്കോട്, കോട്ടയം ഇങ്ങനെയൊക്കെ വരണം. വേറെ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണല്ലോ ഇവിടെ നിൽക്കുന്നത്. ഇപ്പോഴും നമ്മൾ പറയാറുള്ളതല്ലേ കേരളത്തിലെ ഏറ്റവും ടൂറിസത്തില് നമ്പർ 1 എന്ന് നമ്മൾ തന്നെ പറയുന്ന അല്ലേ? എന്ന് വെച്ചാൽ പ്രകൃതി വിഭവമായിട്ടുള്ള ഒരു രീതി തന്നെ നോക്കിക്കഴിഞ്ഞാൽ ആ വയനാടിന്റെ അവസ്ഥ വരെ ഇതാണ്. നിങ്ങളാണ് നിങ്ങളുടെ ആരോഗ്യരംഗത്തെ പറ്റി തള്ളിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ചെന്നാൽ പേവാട് തല വീണു മരിച്ചാലോ എന്നോർത്തായിരിക്കും ആ കൊച്ചു കോട്ടയത്തേക്ക് വന്നിട്ടുണ്ടാവാം. ഈ തകർന്നു വീണ കെട്ടിടത്തിൽ കുളിക്കാൻ പോവാൻ തോന്നാതെ എന്നത് അതിന്റെ ആയുസിന്റെ ബലം എന്നല്ലാതെ എന്താ പറയാ? ഇല്ല, ഡോക്ടർ ഇപ്പോൾ ഏതെങ്കിലും കുറ്റം ചെയ്തതായിട്ട് ഇതുവരെ നമ്മുടെ മുമ്പിൽ തെളിവില്ല. മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട ആ ഡോക്ടർ ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും അറിയപ്പെടുന്ന ഏറ്റവും നല്ല തൊറാസിക് സർജനാണ്. നമ്മുടെ കേരള ജ്യോതി പുരസ്കാരം നൽകി ആദരിച്ച ഡോക്ടറാണ്. മെഡിക്കൽ കോളേജ് മേധാവിക്കെതിരെ നടപടിയൊന്നും എടുക്കുന്നില്ല. എന്താണ് കാരണം? എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ശരിക്കും പത്മശ്രീ കിട്ടേണ്ട അത്രയും യോഗ്യതയുള്ള ഹൃദയ ശസ്ത്രക്രിയ നടത്തുന്ന, ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്ന ഡോക്ടറാണ്. രോഗികളുടെ അടുത്ത് നിന്ന് കൈക്കൂലി പോലും വാങ്ങാത്ത, അങ്ങനെ നല്ല രീതിയിൽ പ്രൈസ് ചെയ്ത് ഡോക്ടറിനെ പറയുന്ന ഒരു സീനാണല്ലോ നമ്മളിപ്പോ കേട്ടത്. ഡോക്ടർ ഹാരിസിനെ കുറിച്ച് ചോദിച്ചാൽ ഇപ്പൊ ഇതൊന്നും ആയിരിക്കില്ല നിങ്ങൾക്ക് കേൾക്കുന്നത്. കാരണം ഡോക്ടർ ഹാരിസ് ഈ പറയുന്നത് പോലെ ആണ് എന്ന് നമുക്കറിയാം, രോഗികൾക്കറിയാം, ഈ ലോകത്തിന് മുഴുവനും അറിയാം. പക്ഷേ
ഡോക്ടർ ഹാരിസിന്റെ ഭാഗത്ത് തെറ്റുണ്ട്. കാരണം പനിയില്ലാത്തതും അതുപോലെ ഓപ്പറേഷൻ മാറ്റി വെക്കുന്നതും രോഗികൾ കഷ്ടപ്പെടുന്നതും രോഗികൾ കയ്യിൽ നിന്ന് കാശിട്ട് ഓപ്പറേഷനുള്ള സാധനങ്ങളും മരുന്നുകളും അടക്കം മേടിക്കുന്നതും ഒക്കെ പുറത്തേക്ക് അറിയിച്ച് ആരോഗ്യ കേരളം നമ്പർ 1 എന്ന ആ ഒരു പൊള്ളത്തരത്തിന്റെ യഥാർത്ഥ ചിത്രം ജനങ്ങളെ അറിയിച്ചത് അദ്ദേഹമായിപ്പോയി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പത്മശ്രീയും വേണ്ട, അദ്ദേഹത്തിന് ഈ പറഞ്ഞ യാതൊരു ബഹുമതിയും വേണ്ട. അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കണമെന്ന് അങ്ങ് അറ്റം വരെ വന്നതാണ്. ജനങ്ങളുടെ പ്രക്ഷോഭത്തെ പേടിച്ച് മാത്രമാണ് നടപടി എടുക്കാത്തത്. എന്തുകൊണ്ടാണ് പേടിച്ചതെന്ന് അറിയാമോ? 7 മാസം 8 മാസം കഴിഞ്ഞ ഇലക്ഷൻ ആയതുകൊണ്ടാണ്. അല്ലാതെ നിങ്ങളെ ഒന്നും വേലയുണ്ടായിട്ടല്ല കേട്ടോ. ഇത് തന്നെ പിണറായി സർക്കാർ കേറി അപ്പോഴായിരുന്നുണ്ടെങ്കിൽ കാണാമായിരുന്നു യഥാർത്ഥ ചിത്രം എന്താണെന്നുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? 5 വർഷത്തിൽ ആദ്യത്തെ 3 വർഷം യഥാർത്ഥ ചിത്രം കാണാം. ധാർഷ്ട്യം, അഹങ്കാരം, തിരിച്ചുള്ള എല്ലാ അധികാരപരമായിട്ടുള്ള മറുപടികളും പ്രവൃത്തികളും കൊമ്പുകോർക്കലുകളും എല്ലാം ഉണ്ടാവും. അധികാരം അതിൻ്റെതായിട്ടുള്ള എല്ലാ മൂർധന്യാവസ്ഥയിലും കൈകാര്യം ചെയ്ത് ഞാനാണ് പ്രജാപതി എന്നും പറഞ്ഞ് അങ്ങനെ ഇരിക്കും. 3 വർഷം കഴിഞ്ഞ് 4ാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോൾ അതുവരെ കാണാത്ത ഒരു ചിരി വരും. പിന്നെ അങ്ങോട്ട് എല്ലാം കോമഡിയാ, പിന്നെ അങ്ങോട്ട് എല്ലാം ജനങ്ങൾക്കനുസരിച്ച, പിന്നെ അങ്ങോട്ട് ധാർഷ്ട്യമില്ല, അഹങ്കാരമില്ല, കടുംപിടുത്തമില്ല, ഉത്തരവില്ലാത്ത ചോദ്യങ്ങൾക്ക് കണക്ക് പുറത്ത് എന്ന വാക്കുകളില്ല. ചിരി 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 തന്നെ. കാരണം എന്താണ്? അടുത്ത ഇലക്ഷൻ ഇങ്ങെത്തി. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ സംജാതമായിരിക്കുന്നത് കൊണ്ട് ഡോക്ടർ ഹാരിസിനെതിരെ നടപടി എടുത്തില്ല എന്നതേ ഉള്ളൂ. എന്നാൽ 3ാമതും ഒന്ന് അധികാരം കൊടുത്തു നോക്കൂ. ആദ്യത്തെ 1 വർഷത്തിനുള്ളിൽ ഇപ്പൊ നോക്കി വെച്ചേക്കുന്ന എല്ലാരെയും ഒതുക്കുന്ന പിണറായി വിജയനെ നിങ്ങൾക്ക് കാണാം. അപ്പോ ഇവര് പറയുന്ന അനുസരിച്ച് അദ്ദേഹത്തിനെതിരെ നടപടി ഒന്നും എടുക്കുന്നില്ല. നടപടി എടുക്കില്ല എന്ന് ഉറപ്പിന്മേൽ തന്നെ ആയിരിക്കണമല്ലോ അദ്ദേഹം ഇത് അങ്ങ് കയറി ഏറ്റത്. ഞാനാണ് പറഞ്ഞത് ഇവിടെ ആരും ഇല്ലെന്ന്, അത് എന്റെ ഭാഗത്തുനിന്നുള്ള മിസ്റ്റേക്ക് ആയിപ്പോയി, ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. അല്ലെങ്കിലും അങ്ങനെയാ. അടിമകൾ ഉള്ളിടത്തോളം നേതാക്കന്മാർക്ക് ഒരു കാലത്തും ഒന്നിനും ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. ജനങ്ങൾ ഇത് കാണണം എന്ന് മാത്രമേ നമുക്കുള്ളൂ. നോക്കൂ, 2 കുട്ടികളുടെ ആശ്രയമായ പൂർണ്ണ ആരോഗ്യവതിയായ ഒരു അമ്മ ഇവരുടെ ഹോസ്പിറ്റലിൽ വന്നതുകൊണ്ട് മാത്രം മരിച്ചു പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഈ പറയുന്ന ഉമ്മൻചാണ്ടിയോ അല്ലെങ്കിൽ ചാണ്ടി ഉമ്മനോ കോൺഗ്രസ് പക്ഷമോ ആണ് ഇപ്പോൾ ഭരണസ്ഥാനത്ത് ഇരുന്നിരുന്നതെങ്കിൽ കേരളത്തിൽ എന്തൊക്കെയായിരിക്കും ഇപ്പോൾ സംഭവിക്കുക? പ്രതിപക്ഷത്തിരുന്ന് ഇവരെന്തെല്ലാം ചെയ്യും, എത്ര KSRTC ബസ് കത്തിക്കും, എന്തെല്ലാം പ്രക്ഷോഭങ്ങൾ ഇവിടെ ഉണ്ടാക്കും? ഇപ്പോൾ ഒന്നുമില്ല. കാരണം ഭരണത്തിലിരിക്കുന്ന ഇവർക്ക് എന്തും ചെയ്യാം. ആര് മരിച്ചാലും എനിവേ ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യും, വോട്ട് ചെയ്യുക, അധികാരം തരിക, ഇതൊക്കെ മരിച്ചുപോയ ഉമ്മൻചാണ്ടിയുടെ കുഴപ്പമാണ്. അപ്പൊ എല്ലാം പറഞ്ഞത് മനസ്സിലായില്ലേ? എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ് ആക്കി കോൺഗ്രസ് പിരിച്ചു വിട്ടു. അതാണ് അവസ്ഥ. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഡൊണേഷൻസിന്റെ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഫിനാൻഷ്യലി പിന്തുണ കൂടിയേ തീരൂ എന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. ദയവായി തെറ്റായിട്ടൊന്നും വിചാരിക്കേണ്ട. ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി. ക്ലിയർ കട്ടായിട്ട് എല്ലാ റീസൺസും ഞാൻ പറഞ്ഞു തരാം. അഡ്വർടൈസ്മെന്റ് ചെയ്യണമെങ്കിലും ഈ നമ്പറിൽ തന്നെ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.